സമുദ്രങ്ങൾ ഭയാനകമാണ്. ലോകത്തിലെ സമുദ്രങ്ങളുടെ 95% മനുഷ്യന് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നാം അറിയാത്ത എത്രയോ ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടാകും. അത്തരത്തിൽ സമുദ്രത്തിനടിയിൽ കണ്ടെത്തിയ ഭീമാകാരമായ 9 ജീവികളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. പ്ലസിയോസേഴ്സ്. ജുറാസിക് കാലഘട്ടത്തിൽ ഡൈനോസറുകളെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സമുദ്ര ഉരകവർഗമാണ് പ്ലസിയോസേഴ്സ്. പ്ലസിയോസേഴ്സുകളെ കണ്ടാൽ ഡിനോസറുകളെ പോലെ തോന്നിക്കുമെങ്കിലും ഇവ ഡിനോസറുകളല്ല. പ്ലസിയോസേഴ്സുകളുടെ തല വളരെ ചെറുതും എന്നാൽ കഴുത്ത് വളരെ നീളമുള്ളവയുമാണ്. വാലുകൾ പ്രെഡേറ്റർ എക്സിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണ്. ഇവയുടെ പല്ലുകൾ സൂചി പോലെ കൂർത്തവയാണ്. അതിനാൽ തന്നെ ഇരവേട്ട വളരെ എളുപ്പമാണ്. 1987 ലഭിച്ച പ്ലസിയോസേഴ്സിന്റെ എല്ലുകളിൽ അതിന്റെ കുഞ്ഞുങ്ങളുടെ എല്ലുകളും കണ്ടെത്തിയിരുന്നു. അതിനാൽ തന്നെ ഗവേഷകരുടെ അഭിപ്രായം പ്ലസിയോസേഴ്സ് തന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് എന്നാണ്. ഗവേഷകരുടെ കണ്ടെത്തൽ പ്രകാരം പ്ലസിയോഴ്സുകൾ ഇരകളെ ഭക്ഷിച്ചതിനു ശേഷം 5 പൗണ്ട് ഭാരമുള്ള കല്ലുകൾ ഭക്ഷിച്ചിരുന്നു എന്നാണ്. കല്ലുകൾ ഭക്ഷിക്കുന്നത് മൂലം അവയുടെ ദഹനശേഷി വർദ്ധിച്ചിരുന്നു. ഇവയുടെ ഭാരം 1600 കിലോയാണ്. ജയന്റ് സീ സ്കോർപിയോൺ. മനുഷ്യരെക്കാൾ വലിപ്പമുള്ള തേളുകളെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ? എന്നാൽ 390 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അത്തരം ഒരു കൂട്ടം കടൽ തേളുകൾ ജീവിച്ചിരുന്നു. ഇത്തരം ഭീമൻ തേളുകളെ എയ്ക്കലോപ്റ്റസ് റൈനാനിയെ എന്ന് വിളിക്കപ്പെടുന്നു. ഗവേഷകരുടെ കണ്ടെത്തലുകളിൽ അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും അപകടകാരികളായ ജീവികളായിരുന്നു ഇത്തരം തേളുകൾ. 8 അടിയോളമായിരുന്നു ഇവയുടെ നീളം. ഇത്തരം ഭീമാകാരമായ തേളുകളുടെ ഫോസിലുകൾ 2007 ജർമ്മനിയിൽ ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ബാസിലോസേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുക ഇത് ഒരു പുരാതനകാല ഉരകജീവിയാണെന്നായിരിക്കും. എന്നാൽ ഇന്ന് നിലവിലുള്ള തിമിംഗലങ്ങളുടെ രക്തദാഹിയായ ഒരു പൂർവീകരാണ് ബാസിലോസേഴ്സ്. ബാസിലോസേഴ്സിന്റെ അർത്ഥം കിങ് ലിസാർഡ് എന്നാണ്. ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഓവൻ 1834 ആദ്യമായി ഇത്തരമൊരു ജീവി ലോകത്തുണ്ടായിരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം ഈ ബാസിലോസേഴ്സ് ഉരകജീവിയാണെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ 10 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹം ബാസിലോസേഴ്സ് സസ്തനികളാണെന്ന് കണ്ടെത്തി. 65 അടി നീളമാണ് ഇവയ്ക്കുള്ളത്. കൂർത്ത താടിയിലുള്ള ഈ ജീവിയുടെ പല്ലുകളും കൂർത്തവയാണ്. പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ മറ്റ് സസ്തനികളെപ്പോലെ എല്ലുകളുള്ള ജീവികളെയാണ് ഇവ ഭക്ഷിച്ചിരുന്നത്. ഇന്ന് 65 അടി നീളമുള്ള നരഭോജികളായ ഇത്തരം ജീവികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സമുദ്രത്തിലൂടെ പോകുന്ന കപ്പലുകൾ അപകടത്തിലായനെ. ഡംഗ്ലിയോസ്റ്റിയസ്. നട്ടിലുള്ള ജീവികൾ ആദ്യമായി രൂപപ്പെട്ട ഡെവോനിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് ഡംഗ്ലിയോസ്റ്റിയസ്. ജീവികളിൽ നട്ടില് ആദ്യമായി രൂപപ്പെട്ട കാലഘട്ടമാണെങ്കിൽ പോലും ഇവയ്ക്ക് 30 അടി നീളമുണ്ടായിരുന്നു. എന്നാൽ ഇവയ്ക്ക് പല്ലുകൾ ഉണ്ടായിരുന്നില്ല. പല്ലുകൾക്ക് പകരമായി എല്ലുകളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ഗവേഷകരുടെ പഠനത്തിൽ നിന്നും ഇവയുടെ കടിയേറ്റാൽ 363 കിലോ ഭാരമുള്ള വസ്തുക്കൾ വരെ പൊടിഞ്ഞു പോകും എന്നാണ്. അതിനാൽ തന്നെ സമുദ്രങ്ങളിലെ ജീവികളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ ഇവയ്ക്കാവും. ഇന്ന് ഇത്തരം ജീവികൾക്ക് വംശനാശം സംഭവിച്ചെങ്കിലും കടൽ ജീവികളുടെ പേടി സ്വപ്നമായ സ്രാവുകൾ ആ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. മെഗലഡോൺ. 60 അടി നീളമുള്ള ഒരു പടുകൂറ്റൻ മത്സ്യമാണ് മെഗലഡോൺ. ഇന്ന് നിലവിലുള്ള വൈറ്റ് ഷാർക്കിനേക്കാൾ 3-4 ഇരട്ടി വലിപ്പമാണ് ഇതിനുള്ളത്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇത്തരം ജീവികളുടെ കടിയേറ്റാൽ 100 ടൺ ഭാരമുള്ള വസ്തുവിനെ വരെ പൊടിച്ചു കളയുവാൻ ശേഷിയുണ്ട് എന്നാണ്. ഭീമാകാരമായ താടിയെല്ലുകളിലായി 5 വരികളിലുള്ള ബ്ലേഡുകൾ പോലെ മൂർച്ചയുള്ള 276 പല്ലുകളാണ് ഇവയ്ക്കുള്ളത്. അതിനാൽ തന്നെ നിമിഷ നേരം കൊണ്ട് ഇരകളെ കീഴ്പ്പെടുത്താൻ ഈ മത്സ്യങ്ങൾക്ക് സാധിക്കും. ചില ക്രിപ്റ്റോസുവോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇത്തരം ജീവികൾ സമുദ്രത്തിനടിയിൽ വസിക്കുന്നുണ്ട് എന്നാണ്. ഈ വാദം ശക്തിപ്പെടുത്തുന്നത് കോർട്ടസ് കടലിൽ ചില മത്സ്യത്തൊഴിലാളികൾ ഭീമാകാരമായ സ്രാവുകളെ കണ്ടു എന്നതാണ്. അതുകൂടാതെ ഈ വാദം ശക്തിപ്പെടുത്തുവാൻ കാരണം ഗവേഷകർ കണ്ടെത്തിയ തിമിംഗലത്തിന്റെ ഫോസിലുകളിൽ ഏറ്റിരിക്കുന്ന പാടുകൾ ഇത്തരം മെഗലഡൻ മത്സ്യങ്ങളുടെ കടിയേറ്റാണെന്ന് ഗവേഷകർ കണ്ടെത്തി. എന്നാൽ ചില ഗവേഷകരുടെ അഭിപ്രായത്തിൽ മെഗലഡൻ 2.6 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചു എന്നാണ്. ഐസ് ഏജ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ സമുദ്രത്തിലുണ്ടായ താപവ്യത്യാസം മൂലമാണ് ഇത്തരം ജീവികൾക്ക് വംശനാശം സംഭവിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. ലിവിയാറ്റൻ മെൽവിലെ.
തിമിംഗലങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ മത്സ്യമാണ് ലിവിയാറ്റൻ മെൽവില്ലെ എന്ന് കരുതപ്പെടുന്നു. ലിവിയാറ്റൻ മെൽവില്ലെ മെഗല്ലഡന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അതിനാൽ തന്നെ ഇരവേട്ടയ്ക്കായി ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യും. 50 ടൺ ഭാരമുള്ള ലിവിയാറ്റൻ മെൽവില്ലെകളുടെ തലയ്ക്ക് മാത്രം 10 അടി നീളമുണ്ട്. എന്നാൽ ഇവയ്ക്ക് ഏത് കാലാവസ്ഥയിലും ജീവിക്കുവാൻ കഴിയും. അതിനാൽ തന്നെ സമുദ്രങ്ങളിലെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകളിൽ ഇര തേടി നടക്കാൻ ഇവയ്ക്ക് എളുപ്പമായിരിക്കും. 2008 ലിവിയാറ്റൻ മെൽവില്ലയുടെ ഫോസിൽ ലഭിച്ചതിൽ നിന്നും ഇവയുടെ പല്ലുകൾക്ക് 1 അടിയോളം നീളമുണ്ടെന്ന് കണ്ടെത്തി. ഈ ഭീമാകാരമായ കടൽ ജീവിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഭക്ഷണത്തിനുള്ള ദൗർലഭ്യം മൂലമാകാം ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത് എന്നാണ്. മൊസാസറസ് ഡൈനോസർ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 60 അടി നീളമുള്ള ഒരു സമുദ്ര ഉരകജീവിയായിരുന്നു മൊസാസറസ്. ഏകദേശം മെഗല്ലഡന്റെ വലിപ്പമായിരുന്നു ഇവയ്ക്ക്. ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായിരുന്നു മൊസാസറസ്. 145 മില്യൺ വർഷങ്ങൾക്കും 65 മില്യൺ വർഷങ്ങൾക്കുമിടയിലുള്ള കാലഘട്ടമാണ് ക്രെറ്റേഷ്യസ് കാലഘട്ടം. ഇവയുടെ രൂപം ഇന്നത്തെ മുതലകളെ പോലെയാണ്. 40 മുതൽ 50 പല്ലുകൾ ഇവയ്ക്കുണ്ടാകും. എല്ലാ ഉരകജീവികളെ പോലെ തന്നെ ശ്വസനത്തിനായി ഇവ കരയിലേക്ക് വരും. ഇവയുടെ ശരീരത്തിൽ മത്സ്യച്ചിറകുള്ളതിനാൽ വളരെ വേഗത്തിൽ വെള്ളത്തിലൂടെയും നീന്താൻ കഴിയും. തലാറ്റോആർച്ചൻ സൗറോഫാഗസ് 2008 ആദ്യമായി ഇത്തരമൊരു ജീവി നമ്മുടെ ഭൂമിയിൽ തന്നെ വസിച്ചിരുന്നതായി കണ്ടെത്തിയത്. ഇവയ്ക്ക് 30 അടിയോളം നീളമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സ്കൂൾ ബസിന്റെ നീളത്തോളം വരും. ഗവേഷകരുടെ അഭിപ്രായത്തിൽ 244 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് സമുദ്രങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ഭീമൻ മത്സ്യമാണ് ഇവയെന്നാണ്. എന്നാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൽക്കാപതനത്തിന്റെയുമെല്ലാം കാരണത്താൽ പ്രകൃതിയിൽ സംഭവിച്ച മാറ്റം മൂലം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 95% മത്സ്യങ്ങളും നശിച്ചുപോയിരുന്നു. ഇവയുടെയെല്ലാം ഫോസിലുകൾ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ ജീവികളുടെ ഫോസിലുകൾ ലഭിക്കുമ്പോഴും ഗവേഷകരുടെ കണ്ണുകളിൽ വെളിച്ചം വീശുന്നു. ക്ലോണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം മത്സ്യങ്ങളുടെ DNA ശേഖരിച്ചുകൊണ്ട് വംശനാശം സംഭവിച്ച മൃഗങ്ങളെയും മത്സ്യങ്ങളെയും വീണ്ടും നിർമ്മിക്കുവാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ. അതിനാൽ തന്നെ ഐസ് ഏജ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ വംശനാശം സംഭവിച്ച മാമോത്തുകളുടെ എല്ലുകൾ സൈബീരിയ തുടങ്ങി മഞ്ഞുമൂടിയ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച് എല്ലുകളുടെ DNAയിൽ നിന്നും പരീക്ഷണം നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരം പുരാതന ജീവികൾ വീണ്ടും ജീവിതത്തിന്റെ വെളിച്ചത്തിൽ വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.